കേരളക്കാരെയും ലോകത്തെയും ഞെട്ടിച്ച ആ മഹാദുരന്തം നടന്നിട്ടിന്നേക്ക് ഒരു വർഷം തികയുന്നു. വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, വെള്ളരിമല എന്നീ ഗ്രാമങ്ങളിൽ 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലാണ് ഈ മഹാവിപത്തിന് കാരണമായത്. കനത്ത മഴയെ തുടർന്ന് കുന്നിൻ ചെരിവുകൾ ഇടിഞ്ഞുവീണു. അതിന്റെ ഫലമായി ചെളിവെള്ളവും പാറകല്ലുകളും വലിയ മരങ്ങളും പ്രദേശത്തേക്ക് പതിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ഈ ഉരുൾപൊട്ടൽ. 403 പേര് മരിച്ചതായി സ്ഥിരീകരിച്ചു. ഇതിൽ 227 മൃതദേഹങ്ങളും 190 ശരീരഭാഗങ്ങളും ഉൾപ്പെടുന്നു. കൂടാതെ 273 പേർക്ക് പരിക്കേൽക്കുകയും 150ഓളം പേരെ കാണാതാവുകയും ചെയ്തു. നിരവധി വീടുകളും സ്ഥലങ്ങളും വാഹനങ്ങളും ജീവനുകളും നഷ്ടമായി. നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് മുണ്ടക്കൈയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇനിയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഈ ദുരന്തത്തിന്റെ ആഴത്തിൽ നിന്നും കരകയറാത്തവരാണ് ആ പ്രദേശവാസികളെല്ലാം. നഷ്ടപ്പെട്ടു, ജീവൻ മാത്രം ബാക്കിയായവർ. ഒരു വർഷം പിന്നിട്ടിട്ടും അവർ വാടക വീട്ടിൽ നഷ്ടപ്പെട്ട ജീവിതവും ജീവനുകളും ഓർത്ത് വിലപിക്കുന്നവരാണവർ. അവർക്ക് നല്ലൊരു നാളേക്കു വേണ്ടി പ്രാർത്ഥിക്കാം.